you have any difficulty, you can talk to me. Do you have any difficulties so far? ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുക പ്രാഗിലാണ്. പ്രാഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റുഡൻസ് വിസ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു കൺസൾട്ടൻസിയാണ് അഹോയ് കൺസൾട്ടൻസി. അവർക്ക് വേണ്ടി അവരൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കണം. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അഹോയ് കൺസൾട്ടൻസിയുടെ ഡയറക്ടർ UK ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഫംഗ്ഷൻ ആളോട് സംസാരിക്കാം. വിഷ്ണു. ഹായ്. അപ്പൊ എന്താണ് നമുക്ക് പ്രാഗിൽ നിന്ന് എന്താ പരിപാടി മെയിനായിട്ട്? പ്രാഗില് ആക്ച്വലി നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കില് ലാസ്റ്റ് സാറ്റർഡേ വന്നാണ് നമുക്കിവിടെ ഒരു ബിർണോല് നമ്മളിവിടെ ഓണം സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്തിരുന്നത്. ആക്ച്വലി അഹോയ് കൺസൾട്ടിംഗ് ആയിരുന്നു അത് സ്പോൺസർ ചെയ്തിരുന്നത്. അത് വളരെ വലിയൊരു ഇവന്റ് ആയിരുന്നു. ഏകദേശം ഒരു 100+ ആൾക്കാർ അതിൽ അറ്റൻഡ് ചെയ്തിരുന്നു. നല്ലൊരു ഇവന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞത്. ആക്ച്വലി നമുക്കൊരു കേരളത്തിലത്തെ ഒരു നൊസ്റ്റാൾജിയ കിട്ടുന്ന ഒരു ഇവന്റ് ആയിരുന്നു അത് ശരിക്കും പറഞ്ഞു. ഇന്ന് നമുക്ക് മെയിൻ ആയിട്ട് പ്രാഗിൽ എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു 2 യൂണിവേഴ്സിറ്റി വിസിറ്റ്സ് ഉണ്ട്. നമുക്ക് പുതിയൊരു അഡീഷൻ ആണ് നമ്മൾ അഹോയ് കൺസൾട്ടിങ്ങിലോട്ടുള്ള പുതിയ അഡീഷൻസ് ആണ് യൂണിവേഴ്സിറ്റി. അവരുടെയായിട്ടുള്ള ഒരു കോർ മീറ്റിംഗ്സ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് സ്കോഡ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സെപ്റ്റംബർ ഇൻടേക്ക് എന്നുള്ള ഒരു 20+ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു വെൽക്കം പാർട്ടി അല്ലെങ്കിൽ ഒരു എൻറോൾമെന്റ് പാർട്ടി നമ്മൾ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ആ പാർട്ടിയിൽ നമുക്ക് ഇവിടെ ചെക്കിലുള്ള പ്രാഗിലുള്ള ലോക്കൽ ലാൻഡ് ലോഡ്സും അതുപോലെ നമ്മുടെ സ്കോഡ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഫാക്കൽറ്റീസും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ടീ പാർട്ടി ഇവന്റ്സ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഇവന്റിന്റെ ഒരു മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ സ്റ്റുഡൻസിന് നമ്മൾ ഇവിടുത്തെ പ്രാഗിനെ കുറിച്ചിട്ടും അതുപോലെ ചെക്കിനെ കുറിച്ചിട്ടും ഒരു ബ്രീഫ് ഒരു കൺസൾട്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഈ അവരുടെ ഒരു കരിയർ ബിൽഡിങ്ങിനും ഉള്ളതും അതുപോലെ ഇവിടെ ഒരു പാർട്ട് ടൈം ജോബിനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ബ്രീഫ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഇന്റൻഷൻ. ഓക്കെ. അപ്പൊ അതേ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ഫ്രണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ അഹോയ് തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ എനിക്കറിയില്ല. അപ്പൊ അതിന്റെ ഡയറക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം. വിഷ്ണു പറഞ്ഞ പോലെ നമുക്കുള്ളത് പ്രാഗിലെ ചെക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മുമ്പിലാണ്. ഇത് ചെക്കിലത്തെ ബെസ്റ്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇതിന്റെ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ IIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനെ മാച്ച് ചെയ്യുന്നൊരു സർട്ടിഫിക്കേഷനാണ് ഇവിടെ ഉള്ളത്. ഇത് അഹോയിലത്തെ പുതിയൊരു അഡീഷനാണ്. നമ്മൾ അഹോയ് ബക്കറ്റ് ലിസ്റ്റിൽ പുതിയൊരു അഡീഷനും കൂടിയിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി. പിന്നെ ഇവിടെ കോഴ്സുകൾ ചെയ്യുന്ന ടെക്നിക്കൽ കോഴ്സുകളും അതുപോലെ തന്നെ മാനേജ്മെന്റ് കോഴ്സുകളും നമ്മളിവിടെ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്കിവിടെ ഒരു സ്റ്റുഡൻറ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് കൂടുതലും ഇതിനിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ടെക്നിക്കൽ കോഴ്സുകളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. സോ അഹോയ് ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ യൂണിവേഴ്സിറ്റിയാണ് ചെക്കിലത്തെ ചെക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നില്ല അഹോയുടെ ബേസിൽ നമ്മൾക്ക് ഒരു സ്റ്റുഡന്റ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റുഡന്റ് സിദ്ധാർത്ഥ് എന്നാണ് പേര്. നമ്മൾ ആലപ്പുഴക്കാരനാണ്. അപ്പൊ ആളോട് തന്നെ കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ ബ്രോ. ഹലോ ബ്രോ. അപ്പൊ എന്താ പറയാ നമ്മളെ യൂണിവേഴ്സിറ്റി എങ്ങനെ അവിടുത്തെ കോഴ്സുകൾ നമ്മളെ പ്രാഗ് കാര്യങ്ങളൊക്കെ ആൾക്കാർ എങ്ങനെ അതൊന്നും ആൾക്കാരോടൊന്ന് പറഞ്ഞോളൂ. നൈസാണ് ബ്രോ. നമ്മുടെ എല്ലാത്തിനേക്കാളും ഡിഫറെന്റ് ആണ്. ഇപ്പം എന്നിട്ട് ഇവിടെ വന്നിട്ട് സിലബസ് ഇച്ചിരി ഡിഫറെന്റ് ആണ് എനിക്ക് തോന്നി. കാരണം നമുക്ക് ലെക്ചറൊക്കെ എപ്പോഴാണ് ടൈം ടേബിൾ നമുക്ക് തന്നെ സ്കെഡ്യൂൾ ചെയ്ത് അതിനനുസരിച്ച് പോകാം. പിന്നെ മൊത്തത്തിൽ ആൾക്കാരുടെ കൾച്ചറും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ നമ്മളിപ്പോ പുറത്തുനിന്ന് ഒരു രാജ്യത്ത് നിന്ന് വന്നിരിക്കണം. അപ്പൊ അവർക്ക് നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങൾ അതിലൊന്നും അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ബ്രോ? എനിക്കിതൊരു അങ്ങനെ ഒരു പ്രശ്നം എല്ലാവരും നല്ല രീതിയിൽ ഞാൻ മെയിനായിട്ട് ഇപ്പം ഒരു എവിടെയെങ്കിലും ഗെറ്റിംഗ് ലോസ്റ്റ് ആയിട്ടുള്ള ടൈമിലൊക്കെ വഴിയൊക്കെ ചോദിച്ചപ്പോൾ നല്ല ഇതായിട്ടൊക്കെയാണ് ഇവിടെ സംസാരിക്കാറുള്ളത്. ഞാനൊരു പ്രോബ്ലം ഒന്നും ഫേസ് ചെയ്തിട്ടില്ല ഇവിടെ. ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ നൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ സിദ്ധാർത്ഥ നമ്മൾ അഹോയുടെ സർവീസ് എങ്ങനെയായിരുന്നു? പ്രീ ഡിപ്പാർച്ചറും അതുപോലെ പോസ്റ്റ് ഡിപ്പാർച്ചറും സർവീസിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? പ്രീ ഡിപ്പാർച്ചറായാലും പോസ്റ്റ് ഡിപ്പാർച്ചറും എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. നല്ല സർവീസ് ആയിട്ടാണ് എന്നെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത് വിട്ടു. അഡ്മിഷൻ തൊട്ട് എല്ലാ പ്രോസസ്സിങ് എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്ന ടൈമിൽ ഞാൻ ഏജൻസിയാണ് കോൺടാക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ടൈമിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വരുന്നത്. സർവീസെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. വിസ പ്രോസസ്സിങ്ങിനുള്ള സപ്പോർട്ടിങ് ഒക്കെ എങ്ങനെയായിരുന്നു അഹോയുടെ ഭാഗത്തുനിന്ന്? വിസ പ്രോസസ്സിങ് ലൈക്ക് എനിക്ക് വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായാലും എല്ലാത്തിനും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ വന്നു എല്ലാത്തിനും. അതുപോലെ നമ്മളുടെ അഹോയ് കൺസൾട്ടിങ്ങിന്റെ ഒരു ക്രെഡിബിലിറ്റി അവരുടെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളൊരു കമ്പനിനെ കുറിച്ച് നിങ്ങൾ അസസ് ചെയ്യുമ്പോൾ എന്താണ് തന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് അറബിയുടെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനായാലും
എന്നെ അക്കോമഡേഷനിൽ കൊണ്ടാക്കാനും എല്ലാത്തിനും ഏജൻസിയുടെ ഒരു സർവീസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ അവർ ഫോളോ ചെയ്തേക്കും. തന്നെ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ അതെ നമുക്ക് അഹോയ് കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യുന്ന അടുത്ത യൂണിവേഴ്സിറ്റി ഫ്രണ്ടിലായിട്ട് നമ്മൾ നിൽക്കണം. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് എന്റെ ഡയറക്ടർ നമ്മൾ പറഞ്ഞുതരും. ഗൈസ്, വിഷ്ണു പറഞ്ഞ പോലെ ഇത് നമ്മളുടെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയാണ് ഇന്ന് പ്രാഗിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് അഹോയുടെ ബക്കറ്റ് ലിസ്റ്റിലെ ന്യൂ അഡീഷൻ കൂടിയിട്ടാണ്. ഈ യൂണിവേഴ്സിറ്റി പേരാണ് ചെക്ക് കെമിസ്ട്രി ആൻഡ് ടെക്നോളജി. ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ ഇവിടെ കെമിസ്ട്രി റിലേറ്റഡും അതുപോലെ ടെക്നോളജി റിലേറ്റഡും അത് കൂടാതെ നമുക്ക് മാനേജ്മെന്റ് റിലേറ്റഡ് കോഴ്സുകളും ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ ഇത് ഫിനാൻഷ്യലി വെരി വയബിൾ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് മെയിൻലി നമ്മുടെ അഹോയ് കൺസൾട്ടൻസി ഇത് നമ്മുടെ സ്റ്റുഡൻസിലോട്ട് എത്തിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് സ്റ്റുഡൻസിന് ഇവിടെ എൻറോൾ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ റാങ്കിങ് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കെമിസ്ട്രി റിലേറ്റഡ് കോഴ്സ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കൂടിയിട്ടാണ് ചെക്ക് റിപ്പബ്ലിക്കിലുള്ളത്. ഓക്കെ, താങ്ക് യു. യൂണിവേഴ്സിറ്റി വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് സ്കോഡ യൂണിവേഴ്സിറ്റിയിൽ അഹോയ് വഴി വന്ന പുതിയ സ്റ്റുഡൻസിലുള്ള ഓറിയന്റേഷൻ ക്ലാസ്സിലേക്കായിരുന്നു. അഹോയുടെ തന്നെ ഡയറക്ടേഴ്സ് ആയിരുന്നു ഈ സ്റ്റുഡൻസിനോട് എല്ലാവരും സംസാരിച്ചിരുന്നത്. ഒരു 20+ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നമ്മളെ ഈ ഓറിയന്റേഷൻ ക്ലാസ്സിനായിട്ട്. അതായത് ഇപ്പോൾ പുതിയതായിട്ട് സ്കോഡ യൂണിവേഴ്സിറ്റിയിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് എന്താ പറയുക, അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഇവർ വന്നതിൻ്റെ കാര്യങ്ങളും അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റുഡൻസിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതുവരെ തന്നെ എല്ലാ കാര്യങ്ങളും പക്കയാണെന്നാണ് പറഞ്ഞത് അഹോയുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മതി അവർ ഇത്രയും വിശ്വസിച്ച് ഇങ്ങോട്ട് പോരാനായിട്ട്. കാരണം എല്ലാ സ്റ്റുഡൻസും അവർക്ക് അത്ര ഓക്കെ ആയിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഡയറക്ടേഴ്സ് അവരോട് സംസാരിച്ചിരുന്നത്. അതുപോലെ സ്റ്റുഡൻസിനും ഇവരെ 100% ഓക്കെ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിരുന്നത്. ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാണോ സ്റ്റഡീസിന്, അതാണ് ഇതിൻ്റെയൊക്കെ ബേസ്. സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ദെൻ യു ടേക്ക് യുവർ ലൈഫ് ഇൻ ടു നെക്സ്റ്റ് ലെവൽ. സോ അതിന് നമ്മുടെ ഭാഗത്ത് അഹോയുടെ ഭാഗത്തു നിന്നുള്ള എന്ത് സപ്പോർട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. If you have any difficulty, you can talk to me. Do you have any difficulties so far? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനോട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോ. I will sort it. Come on, go on then. Speak up. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് so far? ഇപ്പോൾ from the day you put the application till now, നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടോ പോയിന്ന്? കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് പറയാമല്ലോ. ഞാൻ അതിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ UK ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ സർവീസിനെ എന്താണ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. ഒരു പ്രശ്നമില്ല. ഓക്കെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറഞ്ഞോ. ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മൾ യൂറോപ്യൻ കൺട്രി ചെക്കിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അഹോയ് കൺസൾട്ടൻസിനായിട്ട് കോൺടാക്ട് ചെയ്യുക. എനിക്ക് മെസ്സേജ് അയക്കുക ചെയ്യുക. അഹോയ് കൺസൾട്ടൻസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ടും ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ.